സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചേക്കും. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ എന്ന് അവതരിപ്പിക്കണമെന്ന കാര്യം കാര്യോപദേശക സമിതി ഇന്ന് തീരുമാനിക്കും. വിമർശനങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ബില്ലിൽ ഉണ്ടാകില്ലെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് മറുപടി നൽകും. റവന്യൂ, പൊതുവിദ്യാഭ്യാസ, പൊതുമരാമത്ത് വകുപ്പുകളുടെ ചോദ്യങ്ങളാണ് ഇന്ന് ചോദ്യോത്തരവേളയിൽ ഉണ്ടാവുക. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇന്നലെ ലഹരിക്ക് അടിമപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെ കുറിച്ചാണ് വന്നതെങ്കിൽ ഇന്ന് പോലീസ് അതിക്രമങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കൂടി അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. വീട്ടിൽ കയറി ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു അച്ഛനെയും മകളെയും പോലീസ് ആളുമാറി ഉപദ്രവിച്ചു എന്ന്. നമ്മുടെ പോലീസിന് നിരന്തരം ആളുമാറലൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് ഈ വിഷയത്തെ എങ്ങനെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? ശ്രീജ, സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് ഈ പോലീസിന്റെ നിഷ്ക്രിയത്വം. ഒരു വശത്ത് ലഹരി മരുന്നുകളുടെ വ്യാപനം, അത് കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് മന്ത്രി പറഞ്ഞത് ആ തരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഇത് അതിശക്തമായി സഭയിൽ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നൊരു പക്ഷേ അടിയന്തര പ്രമേയമായി വരുന്നത് പോലീസ് അതിക്രമമായിരിക്കും. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിയെ മർദ്ദിച്ചതടക്കം ഒരു പ്രകോപനവുമില്ലാതെ സ്ത്രീകളെ അടക്കം മർദ്ദിച്ചത്, വലിയതുറയിൽ ഈ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ യുവാവിനെ തല്ലിയത്, ആളുമാറി പിതാവിനെയും മകളെയും മർദ്ദിച്ചു എന്നത്, അതോടൊപ്പം തന്നെ 14 വയസ്സുകാരനെ പോലീസ് സമീപ ദിവസം മർദ്ദിച്ച സംഭവം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്, നിയന്ത്രിക്കാൻ ആരുമില്ല, മുഖ്യമന്ത്രി സ്വന്തം വകുപ്പ് പോലും നോക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഒരു വശത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് സഭയിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കുക എന്ന ലക്ഷ്യം പ്രതിപക്ഷം ആ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ കാര്യോപദേശക സമിതിയുടെ തീരുമാനം വരേണ്ടതുണ്ട്. എന്നാണ് ബില്ല് അവതരിപ്പിക്കേണ്ടതെന്ന കാര്യത്തിൽ പക്ഷേ വലിയ എതിർപ്പ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നൊരു കണക്കുകൂട്ടലിലാണ് സർക്കാർ ഉള്ളത്. എന്നാൽ നേരത്തെയൊക്കെ SFIയും DYFIയും ഒക്കെ നടത്തിയ സമരങ്ങൾ, അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പുഷ്പനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആ തരത്തിൽ വലിയ തോതിൽ ആ വിഷയവും ഉയർന്നു വരുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ മാത്രമല്ല പുറത്തും ആ നിലയ്ക്കുള്ള ചർച്ചകളുണ്ട്. ഒരു വശത്ത് ഈ ഗവർണർമാർ സംസ്ഥാനത്തെ സർവകലാശാല VC നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു അപ്രമാദിത്വം കാണിക്കുന്നു. കാലോചിതമായ മാറ്റം വേണം, സ്വകാര്യ സർവകലാശാലകൾ വരിക, അത് പാഠ്യപദ്ധതിയിൽ മാറ്റമുണ്ടാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഗവർണർമാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന രീതി, അതിന് ഒരു തടയിടുക എന്ന ഒരു നീക്കം കൂടി ഇപ്പോഴത്തെ ഇതിന്റെ ഭാഗമായി ഉണ്ടോ? അതിൽ വിസിറ്റർമാരായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ഈ സ്വകാര്യ സർവകലാശാലകളുടെ പിന്നീട് അതിൽ മാറ്റം വരുത്തി എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിന്റെ ചുവടിലേക്ക് വരും എന്ന് വിലയിരുത്തിയതോടുകൂടിയാണ് അക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. ഏതായിരുന്നാലും സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് വരും എന്ന കാര്യം ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് ഈ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ധനമന്ത്രി മറുപടി പറയുന്നുണ്ട്. അതിൽ ഈ ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസമുണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ, മരാമത്ത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, കിഫ്ബിയുടെ ടോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് ഈ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യോത്തര വേളയിൽ വരുന്നത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ സഭാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നേക്കാം. ശ്രീജ.